ഹലോ എവരിവൺ. നാളെ നടക്കുന്ന ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ലേറ്റ് ആയതിന് ഒരുപാട് സോറി പറയുന്നു. കാരണം എൻ്റെ കുറേ എക്സാമും കാര്യങ്ങളും തിരക്കുകളായതുകൊണ്ട് കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. കുറച്ചല്ല, ഒത്തിരി ലേറ്റായിപ്പോയി. എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. കാരണം നമ്മുടെ ഒരു ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓൾ ഹാർട്ടഡ് സപ്പോർട്ടാണ്. സോ നന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. വാട്ട് ഇസ് മൊബൈൽ ബാങ്കിങ്? മൊബൈൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ബാങ്കിങ് സർവീസസ് ആണ്. നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ബാങ്കിങ് സിസ്റ്റം ആണ് എന്ത് പറയുന്നത്, മൊബൈൽ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ മൊബൈൽ ഡിവൈസസിൽ നമുക്ക് സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, അതിലെല്ലാ തരത്തിലുള്ള ബാങ്കിങ് സർവീസസ് അവൈലബിൾ ആയിരിക്കും. ദെൻ വാട്ട് ഇസ് ജനറൽ ക്ലോസിംഗ്? ജനറൽ ക്ലോസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കിന്റെ മുകളിൽ ടു പാരലൽ ലൈൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് അതിന് ഒരു സ്പെസിഫൈഡ് ഇന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇന്നൊരു ദിനം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നതാണ് ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഇസ് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ 2 പാരലൽ ലൈൻസ് ഇടുന്നതാണ് അഡീഷണൽ ആയിട്ട് കേട്ടോ. ദെൻ വാട്ട് ഇസ് ഓവർ ഡ്രാഫ്റ്റ്? ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നമ്മൾ എത്രയാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് അതിനേക്കാൾ എക്സസ് ആയിട്ട് പിൻവലിക്കാനുള്ള ഓപ്ഷനാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. കറണ്ട് അക്കൗണ്ടിനാണ് കിട്ടുന്നത്, ബിസിനസ്സുകാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ദെൻ വാട്ട് ഇസ് ആൻ ഓർഡർ ചെക്ക്? ഓർഡർ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആരാണോ ആ ചെക്കിൽ, ആരുടെ പേരാണോ അതിൽ എഴുതിയിട്ടുള്ളത്, ആ വ്യക്തിക്ക് മാത്രമേ, അദ്ദേഹത്തിന് മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കുള്ളൂ. അത് എൻഡോഴ്സ്മെന്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഓർഡർ ചെക്കായിട്ട് അത് മാറുന്നത്. അത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, അയാളുടെ അക്കൗണ്ടിലോട്ട് കളക്ട് ചെയ്തിടുകയോ ചെയ്യും. കോസ പ്രോക്സിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഏറ്റവും ഒരു ക്ലെയിം വരുമ്പോഴേ, ക്ലെയിമിന്റെ ഒക്കെ ഇഷ്യൂസ് വരുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് കോസ് ഏതാ നോക്കും. ആ നിയറസ്റ്റ് കോസ് അനുസരിച്ചിട്ടാണ് ക്ലെയിം അനുവദിക്കണോ വേണ്ടിയെന്നുള്ളത് തീരുമാനിക്കുന്നത്. ആ ഏറ്റവും അടുത്തുള്ള കാരണം എന്താണോ ആ കാരണമാണ് പ്രോക്സിമേറ്റ് കോസ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഇസ് ECS? ECS എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ് ആണ് എന്ത് പറയുന്നത്, ECS എന്ന് പറയുന്നത്. ചെക്ക് എൻഡോസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചെക്കിന്റെ ബാക്കിൽ പേരെഴുതി ഒപ്പിട്ട് വേറൊരാൾക്ക് അതിന്റെ ടൈറ്റിൽ, ഓണർഷിപ്പ് കൈമാറുന്നതാണ് എന്ത് പറയുന്നത്, ചെക്ക് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫൈനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. കമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട്സ് കൊടുക്കുക, ദെൻ ലോൺസ്, ഡെപ്പോസിറ്റ്സുകൾ പലതരത്തിലുള്ള സ്വീകരിക്കുക, ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബാങ്കുകളാണ് കമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഇസ് ടേം ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിലോട്ട് കിട്ടുന്ന പോളിസികളെയാണ് എന്ത് പറയുന്നത്, ടേം ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. അത് ലൈഫ് ഇൻഷുറൻസ് പോളിസിന്റെ ഒരു ടൈപ്പാണ് ടേം ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. RTGS എന്ന് പറഞ്ഞാൽ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റത്തെയാണ് എന്ന് പറയുന്നത് RTGS എന്ന് പറയുന്നത്. ദെൻ ക്ലോസിംഗ് ഓഫ് ചെക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, വീണ്ടും ചോദിച്ചിട്ടുണ്ട്. കറണ്ട് ഡെപ്പോസിറ്റ്, ഓവർ ഡ്രാഫ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. ദെൻ വാട്ട് ഇസ് നോമിനേഷൻ ഇൻ ആൻ ഇൻഷുറൻസ് പോളിസി? ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിൽ ആ ഇൻഷുർ ചെയ്യുന്ന വ്യക്തിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടണം, ഒരാളുടെ പേര് നമ്മൾ സജസ്റ്റ് ചെയ്യുമല്ലോ, ആ ഒരു പ്രോസസ്സാണ് നോമിനേഷൻ എന്ന് പറയുന്നത്. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നമുക്ക് എന്ത് വേണം, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് വേണം. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഒരു പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും കേടുപറ്റുന്ന സമയത്ത് നമ്മൾ അതിനെ രക്ഷിക്കാൻ, സേവ് ചെയ്യാൻ നോക്കുന്ന ഒരു താല്പര്യമുള്ള കക്ഷിയാണെങ്കിൽ ആ വ്യക്തിക്ക് അതിൽ എന്തുണ്ടെന്ന് പറയാം, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാം. ദെൻ നെക്സ്റ്റ് പാർട്ട് B ആണെങ്കിൽ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബാങ്കിങ്? എന്തൊക്കെയാണ്? ഈസി ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദെൻ ഹെസൽ ഫ്രീ നോൺ ട്രാൻസാക്ഷൻ സർവീസസ് ആണ്, 24 hours ഉപയോഗിക്കും. പിന്നെ ദെൻ മൊബിലിറ്റി ഈസിയാണ്, ഓൺലൈൻ ബിൽ പേയ്മെന്റ്സ് ഈസിയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്, കോസ്റ്റ് ഫീസ് കുറവാണ്. ദെൻ നമുക്ക് എപ്പോഴും നമ്മുടെ അക്കൗണ്ട് കാര്യങ്ങൾ ഒക്കെ എപ്പോഴും വേണമെങ്കിൽ നോക്കാൻ ഉള്ള സൗകര്യമുണ്ട്. എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻസ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻസ്. ഇതന്നെ ക്രെഡിറ്റ് ക്രിയേഷന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. എമൗണ്ട് ഓഫ് ക്യാഷ് ബാങ്ക് പോസസീസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദി എമൗണ്ട്. അതായത് ബാങ്കിന്റെ എത്ര ക്യാഷ് ഉണ്ടോ, ഡെപ്പോസിറ്റ് ഉണ്ടോ, അതിനനുസരിച്ച് മാത്രമേ അവർക്ക് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവുള്ളൂ. പിന്നെ അവരുടെ അടുത്ത് ആഡിക്വേറ്റ് സെക്യൂരിറ്റീസ് ഉണ്ടോ നോക്കണം. പിന്നെ കൂടാതെ ഇപ്പോൾ ലാർജ് വോളിയം ഓഫ് കറൻസി മീൻസ് സർക്കുലേഷനിൽ ഇപ്പോൾ
ബാങ്കുകൾ ഇപ്പോൾ RBI ഒരുപാട് കറൻസി ഇങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒഴുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി അങ്ങ് കൂടും. പിന്നെ കൂടാതെ നമ്മളെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് വിഡ്രോ ചെയ്ത് പെട്ടെന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി കുറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെക്കൂ കേട്ടോ. ദെൻ റൈറ്റ് എ നോട്ട്സ് ഓൺ ദി ഫയർ ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസിനെ കുറിച്ചിട്ട് പ്രോപ്പർട്ടിയുടെ മേലെ എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. തീപിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ മേലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫയർ ഇൻഷുറൻസ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. ദെൻ അടുത്തത് ഡിസ്ക്രൈബ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർനെറ്റ് ബാങ്കിങ്. ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ആണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഈസിയാണ്, അവൈലബിലിറ്റി ആണ് 24 hours, ദെൻ ഈസി ടു ഓപ്പറേറ്റ്, കൺവീനിയൻസ് ആണ്, ആക്ടിവിറ്റി ട്രാക്കിംഗ് ആണ്. ദെൻ ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോർ ബാങ്കിങ്. കോർ ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സെയിം ബാങ്കിന്റെ തന്നെ ഡിഫറെന്റ് ബ്രാഞ്ചസ് എല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ ലോൺ മാനേജ്മെന്റ്, വിഡ്രോവൽസ്, ഡെപ്പോസിറ്റ്സ്, പേ, ഇതെല്ലാം എന്ത് ചെയ്യുക, ഒന്നിച്ച് ഒരു കണക്ട് ചെയ്തിട്ട് എവിടുന്ന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് കോർ ബാങ്കിങ്. അപ്പൊ പ്രൊഡക്ടിവിറ്റി കൂടുന്നു, സെക്യൂരിറ്റി കൂടുന്നു, ദെൻ ഫുൾ ടൈം സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, മൾട്ടിപ്പിൾ കറൻസിയിൽ നമുക്കിത് ചെയ്യാനും പറ്റും. ദെൻ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസിന്റെ ഫീച്ചേഴ്സ് ആണ്. പോളിസി ഹോൾഡർ ഉണ്ടായിരിക്കും. ആദ്യം എന്താണ് ലൈഫ് ഇൻഷുറൻസ് എന്നൊരു 2-3 വരി എഴുതി വെക്കും കേട്ടോ. അതിനുശേഷം പോളിസി ഹോൾഡർ ഉണ്ടാവും, പ്രീമിയം ഉണ്ടായിരിക്കും, മെച്യൂരിറ്റി പീരീഡ് ഉണ്ടായിരിക്കും, ഇൻഷുവേർഡ് എന്ന് പറഞ്ഞ പേഴ്സൺ, ആരുടെ ലൈഫാണ് ഇൻഷുർ ചെയ്യുന്നത്, ഇൻഷുവേർഡ്, ദെൻ സം അഷ്യൂർഡ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഉണ്ടായിരിക്കും, ദെൻ അതിനൊരു പോളിസിക്ക് ഒരു കാലാവധി ഉണ്ടായിരിക്കും, നോമിനി ഉണ്ടായിരിക്കും, ക്ലെയിം എമൗണ്ട് ഉണ്ടായിരിക്കും. ഇനി അസൈൻമെന്റ് നോമിനേഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. നോമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇൻഷുറൻസിന്റെ ക്ലെയിം ഇൻഷുർഡ് ചെയ്ത പേഴ്സൺ അല്ലാതെ വേറൊരാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഷുർഡ് എഴുതി കൊടുക്കില്ല, അതാണ് നോമിനി എന്ന് പറയുന്നത്. അത് കൊടുക്കുന്ന പ്രോസസ്സ് നോമിനേഷൻ, ഇൻ കേസ് ഇയാൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ. അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോളിസിയിലെ റൈറ്റ്സ്, ഓണർഷിപ്പ് എല്ലാം വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. നോമിനേഷൻ അറ്റസ്റ്റേഷൻ ആവശ്യമില്ല, അസൈൻമെന്റിന് അറ്റസ്റ്റേഷൻ ആവശ്യമാണ്. മറ്റിടത്ത് നോമിനേഷനും കൺസിഡറേഷൻ ആവശ്യമില്ല, ഇവിടെ കൺസിഡറേഷനോട് കൂടിയോ കൺസിഡറേഷൻ ഇല്ലാതെയോ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഡിഫറൻസ് ഒക്കെ ഉണ്ട്, നോക്കൂ കേട്ടോ. ദെൻ എക്സ്പ്ലെയിൻ ദ വാരിയസ് ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ്. ഏതൊക്കെയാണ് വാരിയസ് ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ്? ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് ഉണ്ട്, സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് ഉണ്ട്, റെസ്ട്രിക്റ്റീവ് ഉണ്ട്, പാർഷ്യൽ ഉണ്ട്, കണ്ടീഷണൽ ഉണ്ട്, ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് ഉണ്ട്. ദെൻ പാർട്ട് സി, ക്രെഡിറ്റ് കൺട്രോൾ എന്താണ്? ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് RBI അഡോപ്റ്റ് ചെയ്യുന്നത് എന്താണ്? ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ പണത്തിന്റെ ഡിമാൻഡ്, സപ്ലൈ ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ക്രെഡിറ്റ് കൺട്രോൾ. RBI ആണ് അത് ചെയ്യുന്നത്. പലതരത്തിലുള്ള ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. അത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അണ്ടറിലുള്ളതും ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അതേപോലെ ഫങ്ഷൻസ് ഓഫ് ബാങ്ക് പഠിക്കുക, കൊമേഴ്ഷ്യൽ, അതേപോലെ റിസർവ് ബാങ്കിന്റെ ഫങ്ഷൻസ് ഉണ്ടല്ലോ അത് പഠിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചോളൂ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ക്രോസിങ്, എൻഡോഴ്സ്മെന്റ്, ആ പോർഷൻ ഇതൊക്കെ പരീക്ഷയ്ക്ക് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ ഇൻഷുറൻസ് നിന്ന് നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഡിഫൈൻ ഇൻഷുറൻസ് ആൻഡ് പോയിന്റ് ഔട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലീഗൽ എഗ്രിമെന്റ് ആണ്. ഇൻഷുറർ, അതായത് ഇൻഷുറൻസ് കമ്പനിയും ഒരു ഇൻഷുവേർഡ് ആയിട്ടുള്ള പേഴ്സൺ, ആരാണ് ഇൻഷുറൻസ് എടുക്കുന്നത് അദ്ദേഹത്തെ നമുക്ക് ഇൻഷുവേർഡ് എന്ന് പറയാം. ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഭാവിയിൽ ഇന്ന സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര എമൗണ്ട് വെച്ച് ഞങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം ഞങ്ങൾ നികത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോൺട്രാക്ട്സ് ആണ് എന്ത് പറയുന്നത്, ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ലെങ്തി ആവണ്ടെന്ന് വെച്ചിട്ട് ഞാനിതങ്ങ് വലിച്ചു നീട്ടി പറയുന്നില്ല കേട്ടോ. ഞാനതിൻ്റെ PDF നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കി മനസ്സിലാക്കാം. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്ന് എഴുതി വയ്ക്കുക. അതിനുശേഷം കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പ്രൈമറി ഫങ്ഷൻസും എഴുതുക. പിന്നെന്താ എഴുതേണ്ടത്, സെക്കൻഡറി ഫങ്ഷൻസും എഴുതുക കേട്ടോ. പ്രൈമറി ഫങ്ഷൻസ് ഉണ്ട്, ദെൻ സെക്കൻഡറി ഫങ്ഷൻസ്,
പിന്നെ ബാങ്കർ ആസ് ആൻ ഏജന്റ്, പിന്നെയും കുറേ ഉണ്ട്. ട്രസ്റ്റി ആയിട്ടുള്ളതുണ്ട്, ബെയിലർ ആയിട്ടുള്ളതുണ്ട്. ഇത്രയൊക്കെ തന്നെ എഴുതിയാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക കേട്ടോ. എക്സ്പ്ലെയിൻ ദ റോൾ പെർഫോംഡ് ബൈ ബാങ്ക്സ് ഇൻ ദ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. എന്തൊക്കെയാണ് എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി ബാങ്ക് പെർഫോം ചെയ്യുന്ന റോള്? ഒന്ന്, പീപ്പിളുടെ ആളുകളുടെ പണം എന്ത് ചെയ്യുന്നുണ്ട്? സേഫ് കസ്റ്റഡിയിൽ വെക്കുന്നുണ്ട്. ബാങ്ക് ഹാവ് ഇൻട്രസ്റ്റ് ഓൺ ദി ഡെപ്പോസിറ്റഡ് മണി ടു ദ പീപ്പിൾ ആൻഡ് പ്രൊവൈഡ് ഫണ്ട്സ് ടു ഡിഫറെന്റ് ഓർഗനൈസേഷൻ. Then they promote agricultural and industrial sector by providing loans. The bank mediate between those who have surplus money and those who are in need of money. So ഇത്രയാണ് നമ്മുടെ ഈ 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നാളെ എല്ലാവർക്കും എക്സാംസ് ഏറ്റവും നല്ല എളുപ്പമായിട്ട് നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ, കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നല്ല രീതിയിൽ എഴുതുക. എന്നാൽ അടുത്ത പ്രാവശ്യം എഴുതാന്നുള്ള ഇതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാതെ ഇപ്രാവശ്യം തന്നെ നല്ല മാർക്കോട് കൂടി പാസ്സാകും എന്നുള്ള വിശ്വാസത്തോടു കൂടി എക്സാം എഴുതാം. അപ്പം എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഒന്നും കൂടി പറയുന്നു, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.